ഞാൻ നിങ്ങളുമായിട്ടൊരു വലിയൊരു എന്താ പറയുക സങ്കടകരമായ കാര്യം നമ്മളിപ്പോഴും എപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഈർന്നണിയുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കോട്ടയത്ത് ഷൈനിയുടെയും പൊന്നുമക്കളുടെയും ആത്മഹത്യ. ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനിയും പൊന്നുമക്കളും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ ഓരോ പ്രഭാതവും വളരെ ദുഃഖകരമായ കുറേ വാർത്തകളുമായിട്ടാണ് നേരം പുലരുന്നത്. ഇന്ന് എന്താണാവോ കേൾക്കാൻ പോകുന്നത്, ഇന്ന് എന്താണാവോ വാർത്ത എന്നൊക്കെയുള്ള ആശങ്ക നിറഞ്ഞ ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എന്തായാലും ഇന്ന് ഞാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ വാർത്ത നമ്മളിപ്പോൾ ഒത്തിരി ദിവസമായി ഈ ആത്മഹത്യയും ഇതിൻ്റെ വാർത്തകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മൾ ദിനം പ്രതി നമ്മളത് തന്നെ നമ്മൾ കാണുന്നവരാണ്. നമുക്ക് അവരുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു, അവർക്ക് നഷ്ടപ്പെടാനെല്ലാം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഷൈനിയുടെ സ്വന്തം പിതാവിൻ്റെയും അമ്മയുടെയും അടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ഒരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഷൈനിയുടെയും മക്കളുടെയും മരണം പെട്ടെന്ന് അവർ തീരുമാനിച്ചെടുത്ത് പോയത്. നേരത്തെ ആത്മഹത്യ ചെയ്യും, മരിക്കും എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ പറയുന്നവരൊന്നും പെട്ടെന്നൊന്നും പോകില്ല. സ്വന്തം പിതാവും മാതാവും ചേർത്ത് പിടിക്കാതെ നിന്നാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്തയക്കുമ്പോൾ, അത് അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ ലവ് മാരേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ മക്കളെ ഒരു വീട്ടിലേക്ക് അന്യ വീട്ടിലേക്ക് നമ്മൾ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നലെ ആ പിതാവിൽ നിന്നും ചിരിച്ചുകൊണ്ട് ആ പിതാവ് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ, കാരണം നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഷൈനിയുടെയും മക്കളുടെയും മുഖം നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഈ ഒരു മക്കളെയും ഈ കുഞ്ഞു മക്കളെയും ഈ മോളെയും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വന്തം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കിട്ടാത്ത സ്നേഹം അന്യ വീട്ടിലെ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ കൊടുക്കോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ ഇതേപോലുള്ള ഷൈനിയും മക്കളും ഇനിയും ജീവിച്ചിരിപ്പുണ്ട്. ഭർത്താവിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങി, ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങി അവരിൽ നിന്ന് സ്നേഹവും പരിഗണനയും ലഭിക്കാതെ നീറി കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. നമ്മളത് കാണാതെ പോകരുത്. നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ അവരുടെ കല്യാണം കഴിച്ചു വിട്ടാൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ചില നിസ്സാര കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്നും എന്താ പറയുക, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോരുന്ന കുറേ മക്കളുണ്ട്. അവരെല്ലാട്ടും ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്, കുറേ ഏറെ പീഡനങ്ങൾ സഹിക്കുകയും വിഷമങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മകൾ എത്രമാത്രം അവിടെ സങ്കടപ്പെടുന്നുണ്ട്, ഒറ്റപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ടെന്ന്. അത് മനസ്സിലാക്കാൻ നമ്മുടെ സ്വന്തം മാതാപിതാക്കന്മാരല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എൻ്റെ ഈ ഒരു ചാനലിലുള്ള അമ്മമാരോടും മക്കളോടും പെൺമക്കളോടും എല്ലാവരോടും ഞാൻ ഒന്ന് പറയുന്നൊരു കാര്യം, നമ്മുടെ മക്കളെ നിങ്ങൾ വിവാഹം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കരുത്. അവിടെ എന്താണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മുടെ സ്വഭാവം, പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കൂടി ചേരുന്ന ഒരു കുടുംബമാണ് അവിടെ വരിക. വേറൊരു സംസ്കാരത്തിൽ നിന്ന്, വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു ഇത് അവർ നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട് പരമാവധി ആ വീട്ടിലുള്ളവർക്ക് കഴിയണം എന്നാണ് ഞാൻ പറയുക. ഇനി ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നരകതുല്യമായ ജീവിതമാണെങ്കിൽ ആ മക്കളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് കഴിയണം. ഞാൻ ആ ഒരു പോയിന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ മരണത്തിലേക്ക് വിട്ടുകൊടുക്കരുത്. അവരും ജീവിക്കട്ടെ. ഈ ലോകം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ സന്തോഷങ്ങളൊക്കെ അവരറിയട്ടെ. നിസ്സാര കാര്യങ്ങൾക്ക് തല്ലിടുന്ന, വഴക്കിടുന്ന ഭർത്താക്കന്മാര്, ഭാര്യമാര്, ഇവരെയൊക്കെ എന്താണ് വിവാഹ ജീവിതത്തിൽ നിന്ന് ഇവരെ ആഗ്രഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഒരു ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അവർ വീട്ടുകാരെ അടിമയാവാനുള്ളവരല്ല നമ്മൾ. അപ്പം ഞാൻ ഈ ഒരു കാര്യം ഇതുപോലെ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് മരണത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ കൈപ്പേറിയ ജീവിതത്തിലേക്കോ സങ്കടങ്ങളിലേക്കോ തള്ളി ഇടരുത്. മറ്റൊരു കാര്യം എനിക്ക് എൻ്റെ പെൺമക്കളോടാണ് പറയുന്നത്, പെൺകുട്ടികളോട് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരോടാണ് പറയാനുള്ളത്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലി നമ്മൾ നേടിയിരിക്കണം. നമ്മൾ വിവാഹം ചെയ്തു പോകുന്നതിന് മുമ്പേ നമുക്കതിനൊരു പ്രാപ്തി ഉണ്ടായിരിക്കണം. നിങ്ങൾ പോകുന്നത് മറ്റുള്ളവരുടെ കീഴിൽ അവരുടെ മുമ്പിൽ കൈനീട്ടി നമ്മുടെ ഓരോ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് ആയിരിക്കരുത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ ഒരു എന്താ പറയുക, എനിക്ക് ഇതിനുള്ള കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തിയിട്ട് വേണം അവിടെ ചെല്ലാൻ. അപ്പോൾ അവരധികം നമ്മുടെ തലക്കയറി ഇറങ്ങില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പഠിത്തമുള്ള, നല്ല പഠിപ്പുള്ള BSc നഴ്സിംഗ് കൂടി കഴിഞ്ഞ ഷൈനിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം അതാണ്. ഈ ഗ്യാപ്പ് കൊടുക്കണ്ടായിരുന്നു. ജോലി നമുക്കത് വേണം. എത്ര പറഞ്ഞാൽ നമ്മൾ പഠിച്ച് നമ്മൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ജോലിയിലാണെന്ന് അറിഞ്ഞാൽ ഈ ഭർത്താക്കന്മാർക്കും നമ്മളോടൊരു ബഹുമാനം ഉണ്ടാവും. ഈ മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ തോന്നും.
അവൾ ജോലിക്ക് പോകുന്നു, അവൾ ഏൺ ചെയ്യുന്നു, അവൾ അവളുടെ കാര്യങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളോട് തന്നെ ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു ഇഷ്ടമൊക്കെ തോന്നും. ചില കൂട്ടരുണ്ട് കേട്ടോ, ചില പെൺകുട്ടികളുണ്ട് ജോലിയുടെ ആ ഒരു അഹങ്കാരം കൊണ്ട് ഭർത്താവിനെയും അവരുടെ വീട്ടുകാരെയും മൈൻഡ് ചെയ്യാതെ നടക്കുന്നവരുണ്ട്. അതൊക്കെ വിരളമായിരിക്കാം. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഒരു ചെറിയ ജോലിയെങ്കിലും, ഒരു വരുമാനമുള്ള ഒരു ചെറിയ ജോലിയെങ്കിലും നിങ്ങൾ നേടിയിട്ടേ നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഒരു കൈത്തൊഴിലെങ്കിലും അറിഞ്ഞിരിക്കണം. പഠിപ്പുള്ളവർ അവർക്ക് അനുസരിച്ചിട്ടുള്ള ജോലിക്ക് പോകാം. ഇനി പഠിപ്പ് കുറേ പഠിച്ചിട്ടും ജോലി കിട്ടില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് കുറേ സൂപ്പർ മാർക്കറ്റുകളും മറ്റും മാളുകളൊക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ മറ്റുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉള്ളതുകൊണ്ടൊക്കെ ലേഡീസിന് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ എന്താ പറയുക മഹത്വമുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ആ ജോലികൾക്കൊക്കെ കയറാനായിട്ട് നമ്മൾ തയ്യാറാകണം. മറ്റുള്ളവരുടെ കീഴിൽ ഇപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വലിയ അമിത ഇതിലൊന്നും പ്രതീക്ഷയിലൊന്നും നിങ്ങൾ വിവാഹം കഴിച്ചത് പോകണ്ട കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നമുക്ക് സേഫ് ആവാൻ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ ഏണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ മുമ്പിലും നിവർന്നു നിന്ന് അവർ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ അവർ തള്ളി പറയുമ്പോൾ അവഗണിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിവർന്നു നിന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ, നിങ്ങളില്ലെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് ജീവിക്കാം, എനിക്ക് നിങ്ങൾ ഇല്ലെങ്കിലും എനിക്ക് എന്താ പറയുക സന്തോഷമായിട്ട് ജീവിക്കാൻ അറിയാമെന്ന് അവർ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ പതുക്കെ നമ്മുടെ ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിലുള്ള എല്ലാവരോടും പറയാണ്, ദയവ് ചെയ്ത് ഇനിയും നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് ഭർത്താവിൻ്റെ ഒരു എന്താ പറയുക പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആ കാരണത്തിന് വേണ്ടി കെഞ്ചരുത്. നമ്മൾക്ക് സമയം ഉണ്ടെങ്കിൽ, നമുക്കൊരു എന്താ പറയുക ഒരു ആരോഗ്യമുണ്ടെങ്കിൽ ചെറിയൊരു ജോലി, ഇപ്പോൾ സ്വന്തം വീട്ടിലിരുന്ന് ഓൺലൈൻ വരുമാനം ഉണ്ടാക്കുന്ന എത്രയോ പെൺകുട്ടികളെ എനിക്കറിയാമെന്നറിയോ, ചെടികളായിട്ടും അല്ലാതെയും. ഇനി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു 10 ഷോപ്പുകളിൽ അല്ലെങ്കിൽ 10 സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഒരു 10 പൊതി ചോറിന് ഒരു ഓർഡർ നിങ്ങൾ വാങ്ങി, നിങ്ങൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കി അത് അവിടേക്കൊന്ന് എത്തിച്ചു നോക്കിയേ. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നല്ല മുട്ടക്കോഴികളെ വളർത്തി നോക്കിയേ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ സമയം കണ്ടെത്താം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയും ഒരു ഷൈനിയും ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും അവരുടെ സ്വന്തം കാര്യങ്ങൾക്കെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ടുള്ള ഒരു ധൈര്യം സംഭരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നാളെ മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. ഞാൻ എന്ത് ആശംസയാണ് നിങ്ങൾക്ക് നൽകേണ്ടതെന്ന് അറിയില്ല. ഇതേപോലെ സ്ത്രീകൾക്ക് ഒത്തിരി എന്താ പറയുക പീഡനങ്ങളും അവഗണനയൊക്കെ നേരിടുന്ന ഈ ഒരു സമയത്തും നമുക്ക് എങ്ങനെ ഒരു വനിതാ ദിന ആശംസകൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി സങ്കടമുണ്ട്. എങ്കിലും നമ്മൾ നിസ്സാരരല്ല. നമുക്കുമുണ്ട് അമ്മയായിട്ടും മകളായിട്ടും അതുപോലെ നമ്മുടെ സ്ത്രീകളുടെ മഹത്വം നമ്മൾ മറക്കരുത്. നമ്മൾ മകളായിട്ട് ജനിക്കുന്നു, പിന്നെ ഭാര്യയാകുന്നു, അമ്മയാകുന്നു, അമ്മാമ്മയാകുന്നു. ഈ ഒരു കാര്യം നമ്മൾ സ്ത്രീകൾക്കല്ലാതെ വേറെ ഒരാൾക്കും അവകാശപ്പെട്ടതല്ല. അമ്മയാകുക എന്ന് പറയുന്നത് സ്ത്രീയുടെ എന്താ പറയുക ഏറ്റവും മഹത്തമായ ഒരു വലിയൊരു കാര്യം ദൈവം നമുക്ക് നൽകിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിസ്സാരരല്ല എന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മൾ ആരുടെയും മുന്നിൽ നമ്മുടെ ജീവിതത്തെ അടിയറ വയ്ക്കാനോ അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനോ നിൽക്കരുത് എന്നുള്ള ഒരു വലിയൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നിർത്താണ്. എല്ലാവർക്കും ലോക വനിതാ ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു കേട്ടോ.